ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് 31ാമത്തെ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. 31ാമത്തെ ക്ലാസ്സാണ്. 50 സെൻറ്റൻസുകൾ. ആ സെൻറ്റൻസിൽ വരുന്ന വേർഡ്സ്, ആ വേർഡുമായി ബന്ധപ്പെട്ട കുറേ എന്താ പറയേണ്ടത്, ആ വേർഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെയൊക്കെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം, ഒരു സെൻറ്റൻസ് വെച്ച് നമുക്ക് അത് പല രീതിയിൽ എങ്ങനെ മാറ്റാം എന്നൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, നമുക്ക് കാണാം, ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ജേസി ആപ്കി മർജി. ജേസി ആപ്കി മർജി എന്ന് പറഞ്ഞാൽ എന്താണ്? താങ്കളുടെ ഇഷ്ടം എന്നാണ്. താങ്കളുടെ ഇഷ്ടം. ജേസി ആപ്കി മർജി. ടീക്ക് ഹെ. ആപ്കാ കെഹന ടീക്ക് ഹെ. ആപ്കാ കെഹന ടീക്ക് ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? താങ്കൾ പറയുന്നത് ശരിയാണ്. ആപ്കാ കെഹന ടീക്ക് ഹെ എന്ന് പറഞ്ഞാൽ താങ്കൾ പറയുന്നത് ശരിയാണ്. ടീക്ക് ഹെ. ഏ ഖുഷി കി ബാത്ത് ഹെ. ഏ ഖുഷി കി ബാത്ത് ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നല്ലോണം സന്തോഷിക്കേണ്ട കാര്യമാണ്. ഇത് സന്തോഷിക്കേണ്ട കാര്യമാണ്. ഏ ഖുഷി കി ബാത്ത് ഹെ. ടീക്ക് ഹെ. ബാത്ത്. ഓക്കെ, അപ്പം തന്നെ ഏ ഖുഷി കി ബാത്ത്, ഇത് സന്തോഷിക്കേണ്ട കാര്യമാണ്. ഗുസ്സ നാ കീജിയെ. ഗുസ്സ നാ കീജിയെ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഷ്യപ്പെടല്ലേ. ഗുസ്സ നാ കീജിയെ, ദേഷ്യപ്പെടല്ലേ. ഗുസ്സ നാ കീജിയെ, ദേഷ്യപ്പെടല്ലേ എന്ന് പറയും. ടീക്ക് ഹെ. വഹി യെ കർ സക്താ ഹെ. വഹി യെ കർ സക്താ ഹെ. വോ യെ കർ സക്താ ഹെ എന്ന് പറയും. ഓക്കെ, അവൻ ഇത് ചെയ്യാൻ കഴിയും. എങ്ങനെ പറയും? വോ യെ കർ സക്താ ഹെ. ടീക്ക് ഹെ. അതൊരു സ്ത്രീയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഒരു സ്ത്രീ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പറയുന്നത്. എങ്ങനെ പറയും? വോ യെ കർ സക്തി ഹെ. വോ യെ കർ സക്തി ഹെ എന്ന് പറയും. ടീക്ക് ഹെ. അവൾക്കത് ചെയ്യാൻ കഴിയും എന്നാവും. ഓക്കെ, അപ്പോൾ ബാരിഷ് ആ സക്തി ഹെ എങ്ങനെ പറയും? മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയും. ബാരിഷ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ത്രീലിംഗം വേർഡാണ്. ഓക്കെ, സ്ത്രീലിംഗ ശബ്ദമാണ് ഈ ബാരിഷ്. അപ്പോൾ എങ്ങനെ വരും? ബാരിഷ് ആ സക്തി ഹെ എന്ന് പറയണം. ഓക്കെ, അതൊരു സ്ത്രീ പറയുമ്പോഴും പുരുഷൻ പറയുമ്പോഴും എങ്ങനെ പറയും? ബാരിഷ് ആ സക്തി ഹെ, മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ടീക്ക് ഹെ. മേരി ബാത്ത് സുനോ. മേരി ബാത്ത് സുനോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറയുന്നത് കേൾക്കൂ എന്നാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ. മേരി ബാത്ത് സുനോ. ബാത്ത് ഒരു സ്ത്രീലിംഗമാണ്, അതുകൊണ്ടാണ് മേരി ബാത്ത് സുനോ. അത് സ്ത്രീ ആയാലും പുരുഷനായാലും മേരി ബാത്ത് സുനോ എന്ന് തന്നെ പറയണം. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കൂ. തും കോശിഷ് കറോ. നിങ്ങൾ ട്രൈ ചെയ്യൂ. കോശിഷ് കർണ, ട്രൈ ചെയ്യുക. തും കോശിഷ് കറോ, നിങ്ങൾ ട്രൈ ചെയ്യൂ. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്യൂ. ക്യാ ആപ്പ് വഹാ ഹെ. ക്യാ ആപ്പ് വഹാ ഹെ. താങ്കൾ അവിടെ ഉണ്ടോ എങ്ങനെ ചോദിക്കും നമ്മൾ? ക്യാ ആപ്പ് വഹാ ഹെ എന്ന് ചോദിക്കും. ടീക്ക് ഹെ. അല്ലെങ്കിൽ ക്യാ ആപ്പ് ഘർ പർ ഹെ എന്ന് വെച്ചാൽ എന്താണ്? താങ്കൾ വീട്ടിലുണ്ടോ. ടീക്ക് ഹെ. മുജെ വാപ്പസ് കോൾ കറോ. മുജെ വാപ്പസ് കോൾ കറോ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ തിരിച്ചു വിളിക്കൂ എന്നാണ്. ഓക്കെ, മുജെ വാപ്പസ് കോൾ കറോ, എന്നെ തിരിച്ചു വിളിക്കൂ. ടീക്ക് ഹെ. മുജെ വാപ്പസ് കോൾ കറോ, എന്നെ തിരിച്ചു വിളിക്കൂ. എനിക്ക് വേറൊന്ന് കാണിക്കൂ എന്ന് എങ്ങനെ പറയും? മുജെ വോ വാല, വോ കാല വാല ദിക്കാവോ എങ്ങനെ പറയും? വോ കാല വാല ദിക്കാവോ. എനിക്ക് എന്നെ വേറൊന്ന് കാണിക്കും. രണ്ട് രീതിയിൽ. ഓക്കെ, ഒന്ന് പറഞ്ഞാൽ മുജെ ദൂസറ ദിക്കാവോ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് വേറെ ഒന്ന് കാണിക്കും. ടീക്ക് ഹെ. മുജെ ദൂസറ ദിക്കാവോ, എനിക്ക് വേറെ ഒന്ന് കാണിക്ക്. അതുപോലെ തന്നെ ആ കറുത്തത് കാണിക്കും. പർട്ടിക്കുലർലി പറയണമെങ്കിൽ എങ്ങനെ പറയും? വോ കാല വാല ദിക്കാവോ. ടീക്ക് ഹെ. വോ കാല വാല ദിക്കാവോ, ആ കറുത്തത് കാണിക്ക്. അല്ലെങ്കിൽ വോ ലാൽ വാല ദിക്കാവോ. ലാൽ വാല എന്ന് പറഞ്ഞാൽ ചുവന്നത്. ടീക്ക് ഹെ. അല്ലെങ്കിൽ വോ പീലാ വാല ദിക്കാവോ, ആ മഞ്ഞ കാണിക്ക്. ടീക്ക് ഹെ. അല്ലെങ്കിൽ വോ നീല വാല ദിക്കാവോ, ആ ബ്ലൂ കാണിക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ കളർ മാറ്റിയിട്ട് പറയണം. ഓക്കെ, മുജ്സെ ബാത്ത് മത് കറോ. മുജ്സെ ബാത്ത് മത് കറോ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നോട് സംസാരിക്കരുത്. ടീക്ക് ഹെ. മുജ്സെ, മേരേസെ എന്ന് പറയരുത്. ഓക്കെ, മേരേസെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻഫോർമലായിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം, മുജ്സെ മാത്രം ഉപയോഗിക്കുക. ഓക്കെ, മുജ്സെ ബാത്ത് മത് കറോ, എന്നോട് സംസാരിക്കരുത്. ഓക്കെ, മുജ്സെ ബാത്ത് മത് കറോ. ദർവാസ ബന്ദ് കറോ. ദർവാസ എന്ന് പറഞ്ഞാൽ എന്താണ്? വാതിലിനാണ് നമ്മൾ ദർവാസ എന്ന് പറയുക. അപ്പം ദർവാസ ബന്ദ് കറോ. ദർവാസ ബന്ദ് കറോ എന്ന് പറഞ്ഞാൽ ദർവാസ, വാതിൽ അടയ്ക്കൂ. ഓക്കെ, വാതിൽ അടയ്ക്കൂ. ടീക്ക് ഹെ. അതായത് ദർവാസ ഖോലോ. ദർവാസ ഖോലോ എന്ന് പറഞ്ഞാൽ വാതിൽ തുറക്കൂ. ടീക്ക് ഹെ. കിടക്കി ബന്ദ് കറോ. കിടക്കി ബന്ദ് കറോ എന്ന് പറഞ്ഞാൽ ജനൽ അടക്കുന്നതാണ്. ടീക്ക് ഹെ. കിടക്കി ഖോലോ, ജനൽ തുറക്ക്. ടീക്ക് ഹെ. ക്യാ തും ബിമാർ ഹോ എന്ന് പറഞ്ഞാൽ എന്താണ്? താങ്കൾക്ക് സുഖമില്ലേ. ക്യാ തും ബിമാർ ഹോ എന്ന് പറയും. ടീക്ക് ഹെ. ബിമാർ ഹോ. ടീക്ക് ഹെ. മേരി തബിയത്ത് ഖരാബ് ഹെ. എനിക്ക് സുഖമില്ല. എങ്ങനെ പറയും? മേരി തബിയത്ത് ഖരാബ് ഹെ, എനിക്ക് സുഖമില്ല. മേരി തബിയത്ത് ഖരാബ് ഹെ, എനിക്ക് സുഖമില്ല. ആപ്കി ഉമ്ര കിത്നി ഹെ. ആപ്കി ഉമ്ര കിത്നി ഹെ. ഒരു ഡോക്ടർ ചോദിക്കും. എങ്ങനെ ചോദിക്കൽ? ആപ്കി ഉമ്ര കിത്നി ഹെ, താങ്കളുടെ വയസ്സ് എത്രയാണ്. ഉമ്ര എന്ന് പറയുന്നത് എന്താണ്? ഒരു
സ്ത്രീലിംഗമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ആപ്കി. അതിപ്പോൾ ഒരു സ്ത്രീ ചോദിക്കുമ്പോഴും അല്ലെ പുരുഷൻ ചോദിക്കുമ്പോഴും ആപ്കി ചോദിക്കണം. അതുപോലെ തന്നെ സ്ത്രീയെക്കുറിച്ച് ചോദിക്കുമ്പോഴും പുരുഷനെക്കുറിച്ച് ചോദിക്കുമ്പോഴും ആപ്കി ഉപയോഗിക്കണം. കാരണം എന്താണ്, ഉമ്ര സ്ത്രീലിംഗമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ക്ലോസ് ചെയ്യാം.